വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ കണ്ടെത്തി. വടകര പുറമേരി സ്വദേശിയുടേതാണ് കാറെന്നും ഇയാൾ വിദേശത്തേക്ക് കടന്നതായും കോഴിക്കോട് റൂറൽ SP പി നിതിൻ രാജ് പറഞ്ഞു. അപകടം നടന്ന് 10 മാസത്തിന് ശേഷമാണ് കാർ കണ്ടെത്തുന്നത്. ഈ വർഷം ഫെബ്രുവരി 17 നടന്ന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. ഈ ഒരു അപകടം നടന്നതിന്റെ വലിയൊരു ചുറ്റളവിൽ ഏകദേശം 40 കിലോമീറ്ററോളം വരുന്ന ചുറ്റളവിലുള്ള ക്യാമറകളൊക്കെയും ഫെബ്രുവരി മാസത്തിൽ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. 2011-2018 കാലയളവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം 19,000-ഓളം വരുന്ന അത്തരത്തിലുള്ള വാഹനങ്ങൾ, അതിൽ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നിരിക്കുന്ന വാഹനങ്ങളൊക്കെയും നമുക്ക് അതിന്റെ ഭാഗമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വന്നു. ഏകദേശം 500-ഓളം വരുന്ന വർക്ക്ഷോപ്പ് കടകളിൽ നമുക്ക് ഫിസിക്കലായി പോയി ഈ കാലയളവിൽ ഇത്തരത്തിലേതെങ്കിലും വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള റിപ്പയറിംഗ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വന്നു. 2024 മാർച്ച് മാസത്തിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം, ഒരു മതിലിന് ഇടിച്ച് അപകടം പറ്റി എന്ന രീതിയിലേക്ക് ഒരു ക്ലെയിം ഒരു മാരുതി സ്വിഫ്റ്റ് കാർ എടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുകയും അതിനെ തുടർന്ന് അതിനെ പ്രത്യേകമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ തുടർന്നാണ് ഈ ഒരു അപകടം നടന്ന സ്വാഭാവികമായിട്ടും വണ്ടിക്കുണ്ടാവുന്ന ഡാമേജ്, അത്തരത്തിലുള്ള വണ്ടിയുടെ പാർട്സുകളെല്ലാം തന്നെ മാറ്റിയതായിട്ട് പോലീസ് മനസ്സിലാക്കുകയും അത് തുടർന്ന് സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് തത്തുല്യമായിട്ടുള്ള ഒരു മാറ്റമാണ് വണ്ടിക്ക് പിന്നീട് ആൾട്ടറേഷൻ അല്ലെങ്കിൽ വണ്ടിയുടെ പാർട്സ് മാറ്റി വെച്ചിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് അന്നേ സമയത്ത് ഈ ഒരു വാഹനം ഈ ഒരു സമയത്ത് തലശ്ശേരി ഭാഗത്തേക്ക്, കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ടായിരുന്നുവെന്നും അതിൽ ആ വണ്ടി അന്നേ ദിവസം ഓടിച്ചിരുന്നത് ഷെജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ RC ഓണറായിട്ടുള്ള ഷെജീൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത്. മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, ഈ വാഹനം കണ്ടെത്തി പ്രതിയെ എപ്പോഴാണ് നാട്ടിലെത്തിക്കുക? എങ്ങനെയാണ് ഇതിന്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ നീണ്ട 10 മാസത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? ധന്യ, നമ്മുടെ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായത്. ചോറോട് വെച്ച് ഒരു കാർ ഒരു മുത്തശ്ശിയെയും കൊച്ചുമകളെയും ഇടിച്ചിടുന്നു. 9 വയസ്സുകാരി ദൃഷാന ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ കോമ സ്റ്റേജിൽ കഴിയുകയാണ്. മുത്തശ്ശി അതിൽ മരിക്കുകയും ചെയ്തു. ഈ കാർ എന്നാൽ ആ സമയത്ത് അപകടം നടത്തി പിന്നീട് നിർത്താതെ പോകുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. പോലീസ് അന്വേഷണം തുടങ്ങിയെങ്കിലും CCTV ദൃശ്യങ്ങളുടെ അഭാവമുണ്ടാകുന്നു. വാഹനം മറ്റൊരു ദിശയിലൂടെ വെട്ടിച്ചു പോയതിനാൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ കിട്ടാത്ത ഒരു നിലയുണ്ടാകുന്നു. മാത്രമല്ല, കൂടുതൽ തെളിവുകളൊന്നും തന്നെ, ദൃക്സാക്ഷികളുടെ മൊഴികളിലൊന്നും തന്നെ കൃത്യമായ വിവരങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അങ്ങനെ പോലീസിനെ കുഴക്കിയ ഒരു കേസിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ ദൃശാനിയെ ഇടിച്ചിട്ട കാറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാർ ഇപ്പോൾ ഉള്ളത് റൂറൽ SP ഓഫീസിലാണ് വടകരയിൽ. ഈ നിരവധി വാഹനങ്ങൾ പരിശോധിച്ചതിൻ്റെയും CCTV ദൃശ്യങ്ങളുടെയും ഒക്കെ പരിശോധനയുടെ ഫലമായാണ് ഇപ്പോൾ ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇതൊരു സ്വിഫ്റ്റ് കാറാണ്. KL 18 R1846 എന്ന സ്വിഫ്റ്റ് കാറാണ്. ഇതിൽ ഈ 18 എന്ന നമ്പർ വരെ മാത്രമേ ദൃക്സാക്ഷികളുടെ ഭാഗത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. മറ്റു വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നത് ഈ മോഡൽ കാർ കേന്ദ്രീകരിച്ച് 2011-നും 2018-നും ഇടയിൽ രജിസ്റ്റർ ചെയ്ത സ്വിഫ്റ്റ് കാറുകൾ, അങ്ങനെ 19,000 കാറുകൾ പോലീസ് പരിശോധിക്കുന്നു. 50,000 ഫോൺ രേഖകൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ ഈ അപകടം പറ്റിയ ശേഷം ഈ അപകടം മറച്ചു വെക്കാൻ വേണ്ടി ഈ കാർ മതിലിടിച്ചുവെന്ന് കാണിച്ച് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യുന്നു. അതാണ് ഈ കേസിൽ നിർണായകമായി മാറിയത് എന്നാണ് പോലീസ് പറയുന്നത്. മതിലിടിച്ച് ഇതിൻ്റെ സ്ക്രാച്ച് മാറ്റാനും മറ്റോ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നു. അത് അപകടം മറയ്ക്കാൻ വേണ്ടി കൂടി ചെയ്ത പണിയായിരുന്നു. എന്നാൽ ഇതൊക്കെ പോലീസിന് കേസിൽ തെളിയിക്കാൻ വേണ്ടിയുള്ള പിടിവള്ളിയാവുകയായിരുന്നു. നിരവധി വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. അങ്ങനെ ഒടുവിൽ ഈ വാഹനം പോലീസ് കണ്ടെത്തുന്നു. പുറമേരി സ്വദേശി ഷജീലിൻ്റെ വാഹനമാണെന്ന് പോലീസ് കണ്ടെത്തുകയാണ്. അപ്പോഴും ഷജീൽ ഇപ്പോൾ നാട്ടിലില്ല. അദ്ദേഹം വിദേശത്താണ്. UAE-യിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഉടൻ തന്നെ പ്രതിയെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയെന്നും പോലീസ് പറയുകയാണ്. ഷജീലും കുടുംബവും ഈ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രി 8 മണിയോടുകൂടി ഫെബ്രുവരി 17, 2024 ഫെബ്രുവരി 17 ഈ വാഹനത്തിൽ ദൃശാനയെയും മുത്തശ്ശിയെയും ഇടിച്ചിടുന്നത്. പിന്നിൽ നിന്ന് കുട്ടികൾ മുൻ സീറ്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ വാഹനം വെട്ടിച്ചതാണ് ഈ അപകടത്തിന് കാരണമെന്ന് ഈ കാറിലുണ്ടായിരുന്ന മറ്റു കുടുംബാംഗങ്ങൾ പറഞ്ഞുവെന്നാണ് പോലീസ് ഇപ്പോൾ അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്നൊക്കെ പറഞ്ഞു നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു കേസ് കൂടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിലൊരു ആശ്വാസമാകുന്ന കാര്യം, ഇത് കണ്ടെത്തിയതോടെ ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ആ കുടുംബം. നമ്മൾ തന്നെ അത് വാർത്തയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിലൊക്കെ കുടുംബത്തെ സംബന്ധിച്ച് എത്രത്തോളം ആശ്വാസമാണിത്?
തീർച്ചയായും ഈ ദൃശ്യാനയുടെ വാർത്ത നമ്മൾ തന്നെ നേരത്തെ ചെയ്തതാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. കഴിഞ്ഞ 9 മാസമായി ആശുപത്രിയിൽ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥ. മാത്രമല്ല 9 വയസ്സുകാരി പഠനത്തിനൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും ഡാൻസിൽ ഉൾപ്പെടെ അതീവ സജീവമായിരുന്ന കുട്ടി കൂടിയായിരുന്നു, മിടുക്കിയായിരുന്ന കുട്ടി കൂടിയായിരുന്നു. ആ ദൃശ്യാനയാണ് ഈ കാർ ഇടിച്ച് കടന്നു കളയുകയും പിന്നീട് ആരാണ് തങ്ങളുടെ മകളെ ഇടിച്ചിട്ടത്, അപകടത്തിൽപ്പെടുത്തിയതെന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ആ കുടുംബം പ്രയാസത്തിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ചികിത്സയ്ക്കുൾപ്പെടെ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ കേസിനാണ് ഇപ്പോൾ ഉത്തരം കിട്ടുന്നത്. അപ്പോഴും പ്രതിയെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല നമ്മുടെ പോലീസ് സംവിധാനം എത്ര 10 മാസം ആകുമ്പോൾ പോലും തെളിവുകളുടെ വലിയ അഭാവം ഈ കേസിൽ ഉണ്ടായിട്ട് പോലും ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞു, പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനും നേട്ടമായി കണക്കാക്കാവുന്നതാണ്. കാരണം ഈ മോഡലുള്ള സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് കാറുകളുടെ 19,000 ഇത്തരം കാറുകൾ പരിശോധിച്ചുവെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. 50,000-ഓളം ഫോൺ രേഖകൾ പരിശോധിച്ചുവെന്ന് പോലീസ് പറയുന്നു. ഒപ്പം തന്നെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും അപകടം പറ്റിയാൽ സ്വാഭാവികമായും വർക്ക്ഷോപ്പുകളിലേക്ക് വാഹനം എത്തേണ്ടതാണ്. സ്പെയർ പാർട്സ് കടകളിൽ ഈ പരിശോധന നടത്തുന്നു. അങ്ങനെ വിപുലമായ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം നടത്തിയതിനൊടുവിലാണ് ഇപ്പോൾ ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള റോഡിൽ അപകടം വരുത്തി രക്ഷപ്പെട്ട് കടന്നു കളയാൻ ശ്രമിക്കുന്ന, അപകടം നടത്തി രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിക്കുന്നവർക്കുള്ള അത്തരത്തിൽ നോക്കുമ്പോൾ പോലീസിന്റെ വലിയ വിജയമാണ്. ഈ കേസിലെ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചു, ആ വണ്ടി കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് കുടുംബത്തിന് ആശ്വാസവുമാണ്.